തെരുവിലിട്ട വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് തല്ലിച്ചതച്ചതിന്റെ മൂന്നാം ദിനവും കനത്ത ജാഗ്രതയിലാണ് നഗരമുള്ളത്. നഗരത്തിലുടനീളം അധിക പോലീസിനെ തന്നെ വിന്യസിച്ചുകൊണ്ട് ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനെ നേരിടുകയാണ്. വിദ്യാർത്ഥികൾ എവിടെയെങ്കിലും കൂടി നിൽക്കുന്നുണ്ട് എങ്കിൽ അവരെ പിരിച്ചുവിടാനും പോലീസ് ബലം പ്രയോഗിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് കാവലിലും ജന്തർ മന്ദറിൽ വലിയ പ്രതിഷേധം തന്നെയാണ് തുടരുന്നത്. സർക്കാരുമായി ചർച്ചയ്ക്ക് തുറന്ന മനസ്സാണുള്ളത് എന്ന് CJP വക്താക്കൾ അറിയിച്ചു. പക്ഷേ രണ്ടാം തവണയും ചർച്ചയ്ക്ക് വിളിക്കുന്ന സർക്കാർ ഇങ്ങനെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരുടെ വസതികളിൽ വെച്ച് ചർച്ച നടത്തരുത് എന്നാണ് CJP വക്താവായ സൗരവ് ദാസ് പറഞ്ഞിട്ടുള്ളത്. അതായത് സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള അല്ലെങ്കിൽ സർക്കാരിന് സ്വാധീനമുള്ള മേഖലകളിൽ ചർച്ചയ്ക്കെത്തുമ്പോൾ അവിടെ അനധികൃതമായി തങ്ങളെ തടങ്കലാക്കപ്പെടുന്നു എന്ന മുൻ അനുഭവം വെച്ചാണ് സൗരവ് ദാസ് ചൂണ്ടിക്കാട്ടിയത്. It is good that they want to talk and we are open to talks also, but with some demands, and we are hopeful that they are going to resolve our issues very soon. പാർലമെന്റിനകത്തും ഇന്ന് ഈ വിഷയമുയർത്തി പ്രതിഷേധം ശക്തമായിരുന്നു. വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന അക്രമത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ മാത്രമേ ചർച്ചയുള്ളൂ എന്നാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത്. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ പ്രതിപക്ഷം സമരത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. സർക്കാർ പൂരി तरह से नीट पेपर लीक पे चर्चा करने का तैयार है और इस देश के युवाओं का भविष्य के लिए हम सब मिलकर के एक सार्थक चर्चा हो. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഇന്നത്തെ ദിവസവും പൂർണ്ണമായി ഈ വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിൽ തടസ്സപ്പെട്ടു. അതേസമയം ഡൽഹിയിലെ ആശുപത്രിയിൽ കഴിയുന്ന സോനം വാങ്ചുക്കിനെ പ്രതിപക്ഷ MP-മാർ സന്ദർശിച്ചു. സമരം അവസാനിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികളായി എത്തിയ MP-മാർ സോനം വാങ്ചുക്കിനോട് അഭ്യർത്ഥിച്ചത്. അതോടൊപ്പം തന്നെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയും സോനം വാങ്ചുക്കിന് മുന്നിൽ സമാനമായ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. എന്തായാലും അനുദിനം ഓരോ മണിക്കൂറിലും കൂടുതൽ ആളുകൾ ജന്തർ മന്ദറിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും സുരക്ഷ ശക്തമാക്കി തന്നെ തുടരുകയാണ്. ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.